ഞാനൊരു ചോദ്യം നമ്മുടെ യുവാക്കളോട്, വളർന്നു വരുന്ന പുതുതലമുറയോടുള്ള ചോദ്യമാണ്. നിങ്ങളടുത്ത് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലഹരി ഉപയോഗിക്കാത്ത എത്ര പേരുണ്ട്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗിക്കാത്തവർ എത്ര പേരുണ്ട്? ലഹരി ഉപയോഗിച്ചവർ എത്ര പേരുണ്ട്? എൻ്റെ അഭിപ്രായത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് കൂടുതലെന്നാണ്. കാരണം നിങ്ങളെ വഴി പിഴപ്പിക്കാനായിട്ട് ഒരു പറ്റം ജനങ്ങൾ പ്രവർത്തിക്കുന്നു. ഒരു പറ്റം ജനങ്ങൾ തന്നെ വേണം. അത് നല്ല ജനങ്ങളല്ല, ചീത്ത ജനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്, നിങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട്. നിങ്ങളെ അടുത്ത വളർന്നു വരുന്ന തലമുറയാണ് നിങ്ങൾ. ആ തലമുറയെ മൊത്തം വഴി പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘം ആളുകൾ ഉണ്ട്. അത് തിരിച്ചറിയാതെ നിങ്ങൾ ആ പടുകുഴി ചെന്ന് ചാടിയിട്ട് പിന്നെ കര കയറാൻ പറ്റാതെ നിങ്ങൾ ഭ്രാന്തരെ പോലെ അലിഞ്ഞ് നടക്കുമ്പോൾ നിങ്ങളെ വഴി പിഴപ്പിച്ചിട്ടുള്ള ചിരിച്ചുകൊണ്ട് നിങ്ങളടുത്ത് ഇപ്പോൾ ഒന്ന് വഴി പിഴപ്പിക്കുന്ന ഒരാൾ പോലും നിങ്ങളടുത്ത് ഇല്ല. പിന്നെ നമ്മളെ യുവാക്കളുടെ ഇടയിൽ എത്ര പേര് കാലത്ത് നമ്മൾ എണീറ്റിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില പ്രാഥമിക കർമ്മങ്ങളുണ്ട്. അത് നല്ലപോലെ ഹാൻഡ്സും പാൻപരാക്കും സിഗരറ്റും ഒന്നും ഇല്ലാതെ അത് ചെയ്യാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇപ്പോൾ എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല്ല് തേപ്പും നമ്മളെ ബാത്റൂമിൽ പോക്കും നമ്മളെ കുളിയും എല്ലാം നമ്മൾ കഴിക്കാൻ നമുക്ക് ഹാൻഡ്സിൻ്റെ ആവശ്യമില്ല, സിഗരറ്റിൻ്റെ ആവശ്യമില്ല, പാൻപരാക്കിൻ്റെ ആവശ്യമില്ല, ഒരു ലഹരി പദാർത്ഥത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ അതുപോലെ നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുന്ന എത്ര പേരുണ്ട് ഇവിടെ? എത്ര യുവാക്കളുണ്ട്? രാവിലെ എണീറ്റുണ്ടെങ്കിൽ എനിക്ക് അറിയണ ഒരുപാട് പേരുണ്ട്. രാവിലെ എണീറ്റ ഉടനെ ഹാൻഡ്സിന് വേണ്ടി പരക്കം പായാം. അത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ബാത്റൂമിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളല്ല, നിങ്ങളെ നിയന്ത്രിക്കുന്നത് മറ്റുള്ള ഏതോ കമ്പനിയാണ്. അതായത് ഹാൻഡ്സിൻ്റെ കമ്പനി, MDMA പോലുള്ള മാരക ലഹരി, പിന്നെ ഈ മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, സിഗരറ്റ്, ഇതൊക്കെ അവരെ വീട്ടിലുള്ള ഇതിൻ്റെ കമ്പനി നടത്തുന്ന അവരെ വീട്ടിലുള്ള ഒരാൾ പോലും ഇത് ഉപയോഗിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഒരിക്കലും ഇത് നടത്തുന്ന ഒരു കമ്പനി MD അല്ലെങ്കിൽ ഒരു കമ്പനി മുതലാളി അയാളുടെ മക്കൾ ഒരിക്കലും ഇത് ഉപയോഗിക്കില്ലെന്ന് ഉറപ്പുവരുത്തുണ്ടാവും അയാൾ. കാരണം അയാൾ ജീവിക്കാനും അയാളുടെ മക്കൾക്ക് നല്ലപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാനും അവരെ ഭാര്യയ്ക്കും അവരെ കുട്ടികൾക്കും അവരെ അമ്മയ്ക്കും അവർക്ക് വേണ്ടി അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കമ്പനി തുടങ്ങുന്നത്. മറ്റു മക്കളെ കേടുവരുത്തിക്കൊണ്ട്, മറ്റുള്ള തലമുറയെ കേടുവരുത്തിക്കൊണ്ട് അവരെ കുടുംബത്തിന് വേണ്ടി മാത്രം സുഖിക്കാൻ വേണ്ടിയിട്ട് മാത്രം അവർ തുടങ്ങുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ യുവാക്കളെ വിലപ്പെട്ട സമയങ്ങൾ, അവരെ ആരോഗ്യം, അവരെ ബുദ്ധി എല്ലാം കൊണ്ട് നശിപ്പിക്കുന്നത് ഈ ഒരു സംഘം ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഈ മദ്യം, മയക്കുമരുന്ന്, MDMA, ഹാൻഡ്സ്, പാൻപരാക്ക് അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു സംഘം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ യുവതലമുറ ഇന്ന് ജീവിക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, നിങ്ങളെ വീട്ടിലുള്ളവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട നിങ്ങളൊന്ന് വീണ് കഴിഞ്ഞാൽ ഒരു 100 രൂപ നിങ്ങൾക്ക് ഈ കമ്പനിയിൽ പോയി ചോദിക്കാൻ പറ്റുമോ? ഒരു 100 രൂപ കാട്ട്, എനിക്കൊരു നേരത്തെ ആഹാരം കഴിക്കാൻ ഒരു 100 രൂപ തരുമോ, എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഹാൻഡ്സ് കമ്പനിയോ പാൻപരാക്ക് കമ്പനിയോ നിങ്ങൾക്ക് തരുമോ? തരൂല. നേരെ മറിച്ച് നിങ്ങളെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ആ തൊട്ടപ്പുറത്തെ ഗ്രോസറി പോയിട്ട് ഒരു 10 കിലോ അരി സാധനങ്ങൾ എന്നും മേടിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ നിങ്ങൾ തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ പോയിട്ട് നന്നായിട്ട് നാസ്ത കഴിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഒന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ പോയി പറയണം, എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി 100 രൂപ തരും ചേട്ടാ, അല്ലെങ്കിൽ ഒരു 1000 രൂപ തരും ചേട്ടാ, ചിലപ്പോൾ തരും അവർ. കാരണം അവർക്കറിയാം നിങ്ങൾ നല്ല നടപ്പിൻ്റെ ആളാണെന്നുള്ളത്, നിങ്ങൾ കുടുംബം നോക്കുന്ന ആളാണ്, നിങ്ങൾ മറ്റു മാർഗങ്ങളൊന്നും തേടി പോകാത്ത ആളാണ്. അപ്പോൾ നിങ്ങൾ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാകും. പക്ഷേ മയക്കുമരുന്നും കഞ്ചാവും ബ്രൗൺ ഷുഗറും MDMA പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരാൾ രൂപ തരില്ല. എന്തിനു പറയുന്നത്? നിങ്ങൾക്ക് ഇത് സുലഭമായിട്ട് തരുന്ന ആളുകളാണ്, ഏജന്റുമാരുണ്ടല്ലോ, അവർ പോലും നിങ്ങളെ സഹായിക്കില്ല. ഇപ്പം അവർ ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും.
1000, 2000, 5000, 10000 ഒക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ധാരാളം നിങ്ങൾക്ക് തരുന്നുണ്ടാവും, സഹായിക്കുന്നുണ്ടാവും ചിലപ്പോൾ. കാരണം നിങ്ങളിതിന് അടിമകളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൈസ ഉള്ളിടത്ത് പോയിട്ട് നിങ്ങളത് മേടിച്ച് കൊണ്ടുവരുന്നുണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ഇന്ന് 10,000 രൂപ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ 10,000 രൂപ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ മാരക ലഹരി പദാർത്ഥങ്ങൾ നിങ്ങളെ കൊണ്ട് ഉപയോഗിപ്പിച്ചിട്ട് നിങ്ങളതിനെ അടിമകളാക്കി മാറ്റും. അതിന് ശേഷം അവർക്കറിയാം അവരെ ചരടിൻ്റെ തുമ്പത്താണ് നിങ്ങളെ ജീവിതം എന്നുള്ളത്. അവർ വലിക്കുന്നിടത്തേക്ക് നിങ്ങൾ പോവും. നിങ്ങളിൽ പലരും മനസ്സുകൊണ്ട് പറയുന്നുണ്ടാകുമ്പോൾ ഒരിക്കലും സംഭവിക്കില്ല. ഞങ്ങളെ ചരട് ഞങ്ങളെ കയ്യിലാണ്, ഒരിക്കലല്ല. നിങ്ങളെ ചരട് നിങ്ങൾ വേറൊരാളെ ഏൽപ്പിക്കുകയാണ്. പിന്നെ നിങ്ങളെ തല കൊണ്ടുപോയിട്ട് വേറൊരാളെ കക്ഷത്തിൽ കൊണ്ടിട്ട് നിങ്ങൾ വെച്ചു കൊടുക്കുകയാണ്. പിന്നെ അവൻ്റെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ, അല്ലേ? ഇപ്പോൾ ഒരു വിഭാഗം തലമുറ മൊത്തം മയക്കുമരുന്നും ഈ മദ്യത്തിനും അടിമയാണ്. എന്ത് നേട്ടമാണ് നമുക്ക് ഇതിനോടുള്ളത്? ഒരു നേട്ടമില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഒറ്റയടിക്ക് നിർത്തണം എന്നല്ല, നിങ്ങൾക്ക് നിർത്തണം. നിങ്ങൾക്ക് മോചനം വേണം. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് മോചിതനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തുടങ്ങാം. ഒരു പറ്റം യുവാക്കൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ ഞങ്ങൾക്ക് നിന്ന് മോചനം വേണമെന്നുള്ളത്. പക്ഷേ എങ്ങനെ? നിങ്ങളൊരു ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ വേറെ വല്ല മരുന്ന് തന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഒരുപാട് പേര് അങ്ങനെ കൊണ്ടുപോയിട്ട് വീണ്ടും അവർ ഉപയോഗിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അതൊന്നുമില്ല, നമ്മളെ മനസ്സ് തയ്യാറാവണം. ഞാനിത് നിർത്താൻ തയ്യാറാണ്. നിങ്ങൾക്കതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലല്ല, നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെ കൊണ്ട് ഇന്ന് 2 പെഗ് കുടിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ 4 പെഗ് കുടിക്കുന്ന ഒരാളാണ്. നിങ്ങളെ കൊണ്ട് ഇന്നൊരു 2 പെഗ്ഗാക്കി ചുരുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അല്ല, ഹാൻഡ്സ് ഒരു പാക്കറ്റ് ഉപയോഗിക്കുന്ന ഒരാളാണ് ദിവസമെങ്കിൽ അവന് ഒരു ദിവസം ആ ഹാൻഡ്സിന് ഒരു നേരത്തെ ഒരു വെപ്പ് എന്ന് പറയുന്ന വെപ്പല്ല, ആ ഒരു നേരത്തെ വെപ്പ് ഒരു ദിവസം ഒന്ന് മാത്രമാക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കഴിവ് തെളിയിക്കണം. കാരണം നിങ്ങളെ കൊണ്ട് നിർത്താൻ സാധിക്കും. നിങ്ങളെ കൊണ്ട് ആ ലഹരിയിൽ നിന്ന് മോചിതനാവാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് ഈ ഒരു പാക്കറ്റ് ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ഫുള്ള് വെച്ച് തീർക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല, ഒഴിവാക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റൂല. അപ്പം നിങ്ങളെ മനസ്സ് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നർത്ഥം. നിങ്ങളെ മനസ്സ് നിങ്ങളെ കയ്യിൽ നിന്ന് പോയി, നിങ്ങളെ കൺട്രോൾ നിങ്ങളെ കയ്യിൽ നിന്ന് പോയി. അതാണ് നിങ്ങൾക്ക് ചിന്തിക്കുന്നത്. നിങ്ങളെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൻ്റെ കൺട്രോൾ നിങ്ങളെ കയ്യിലാണെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആ ഉറപ്പ് നിങ്ങളോടെ തന്നെ ഒന്ന് ചെയ്ത് കാണിക്കുക. എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്നുള്ളത്. നിങ്ങൾ മദ്യം കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭയങ്കരമായിട്ട് മദ്യം കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഒരു ദിവസം പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ആ പണിക്കാശിന് ഒരു പകുതി മുക്കാലോടെ നിങ്ങൾ മദ്യം വാങ്ങിച്ചു കുടിക്കുന്ന ആളാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. നിങ്ങളൊരു 500 രൂപയ്ക്ക് നിങ്ങൾ ഒരു മദ്യം കഴിക്കുന്ന ആളായെന്നുണ്ടെങ്കിൽ നിങ്ങളത് 200 രൂപയൊക്കെ പറ്റും നിങ്ങളെ കൊണ്ട്. ഒരു ദിവസം 200 രൂപ പറ്റും നോക്ക്. എന്നാൽ നിങ്ങളെ കൊണ്ട് ക്രമേണ നിങ്ങളെ കൊണ്ട് ആ മദ്യം ഒഴിവാക്കാൻ പറ്റും. കഞ്ചാവ് ഒരിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നിർത്താൻ ഞാൻ പറയുന്നില്ല. ഒറ്റയടിക്ക് അഡിക്റ്റായി കഴിഞ്ഞാൽ ആൾ ഒറ്റയടിക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല. ഒറ്റയടിക്ക് നിർത്തണ്ട. ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഈ പടുകുഴിയിൽ നിന്ന് നിങ്ങൾക്ക് മണ്ണിട്ട് ആ കുഴി നിങ്ങൾക്ക് കയറാം. അത് നിങ്ങൾ ശ്രമിക്കണം. അത് വേറെ ആരും ശ്രമിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ ശാസിച്ചിട്ടോ നിങ്ങളെ ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ പോലീസ് കൊണ്ട് പിടിപ്പിച്ചിട്ടോ ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ കൂടുതൽ വഷളാകുള്ളൂ. നിങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കണം, അല്ലേ? അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ തീരുമാനം എടുക്കുക. എന്നെക്കൊണ്ട് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ കൺട്രോള് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കൺട്രോള് എൻ്റെ കയ്യിലാണ് എന്ന് തെളിയിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട്. ഈ ലഹരിയിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുക എന്നുള്ളൊരു കടമ എനിക്കുണ്ട്. കാരണം ഞാൻ ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങൾ, ഇതൊന്നും അവരെ തെറ്റല്ല, ഇതൊന്നും അവർ ചെയ്യുന്നതല്ല. അതൊക്കെ അവരെ കൊണ്ട് ഈ ലഹരി ചെയ്യിപ്പിക്കുന്നതാണ്. ഈ കൊലപാതകങ്ങളും മോഷണങ്ങളും ഒക്കെ ഇതൊക്കെ അവനും ഇതുപോലെ ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിട്ട് വളർന്നു വന്ന ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളായിട്ട് വളർന്നു വരുന്ന ഒരു ആളായിരിക്കും അവനെ ഇതിൽ ഈ ഒരു തെറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ ഒരു ലഹരിയാണ്. ഇതൊരു രസത്തിന് തുടങ്ങി പിന്നെ അത് സീരിയസ് ആയി മാറുകയാണ്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ കൊണ്ടെത്തിക്കുന്നത് അങ്ങനത്തെ ചില കേന്ദ്രങ്ങളിലാണ്. അപ്പോൾ നമുക്ക് സ്വയം തിരിച്ചറിവുണ്ടാവണം നമ്മൾ പോണത് തെറ്റായ മാർഗത്തിലൂടെയാണെന്നുള്ളത്.
നമ്മൾ ഒറ്റയടിക്ക് നമുക്കൊന്നും നിർത്താൻ സാധിക്കില്ല. ഒറ്റയടിക്ക് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പതുക്കെ നമുക്ക് ചില കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. ചില സുഹൃത്തുക്കളോട് നോ പറയാൻ മടി ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് നടന്ന് വായോ, ഒന്ന് മദ്യം കഴിക്കാൻ വായോ, അല്ലെങ്കിൽ ഒന്ന് ഹാൻഡ്സ് വാങ്ങാൻ വായോ എന്ന് പറയുന്നത് നമുക്ക് ഇല്ല എന്ന് പറയാനുള്ള മടി ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പതുക്കെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവനോട് സംസാരിക്കണം. ഇന്ന് കുറച്ച് മതി, ഇന്ന് അല്ലെങ്കിൽ വേണ്ട, നാളെ ആയിക്കോട്ടെ. അവനെ തെറ്റിക്കും ചെയ്യേണ്ട, അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ നഷ്ടപ്പെടും വേണ്ട. എന്നാൽ അവനെ കൂടി നിങ്ങൾക്ക് ഇന്ന് മോചിപ്പിക്കാൻ പറ്റും. കാരണം നിങ്ങൾ നന്നായി തുടങ്ങുമ്പോൾ അവനും തോന്നുന്നു നന്നാവണം എന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കണം. എന്നെക്കൊണ്ട് സാധിക്കും ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാനും ഇത് നിർത്താനും. ഇത് നാട്ടുകാരോ വീട്ടുകാരോ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. എന്നെക്കൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും. നിങ്ങൾ തെളിയിക്കണം. നാളെ മുതൽ നിങ്ങൾ രാവിലെ എണീറ്റിട്ട് നിങ്ങളെ പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ ബാത്റൂമിലൊക്കെ പോണ സമയത്ത്, ടോയ്ലറ്റിൽ പോണ സമയത്ത് നിങ്ങൾ ഹാൻഡ്സ് വയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഹാൻഡ്സ് വെച്ചിട്ടാണ് നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ മുതൽ ഹാൻഡ്സ് വയ്ക്കാതെ പോയി നോക്കണം. ഹാൻഡ്സ് നിങ്ങൾ വയ്ക്കാതെ നിങ്ങൾ പോയി നോക്കണം. അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സിഗരറ്റ് വലിച്ചേ എനിക്കത് പോയി കിട്ടും എന്നുണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കാതെ നിങ്ങൾ പോയി നോക്കണം. അവിടെ പോയിരുന്നിട്ട് നിങ്ങൾക്കത് സാധിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സാധിക്കണ്ട. നിങ്ങളെ ജോലിക്ക് പോകണം. ഭക്ഷണം കഴിച്ച് നിങ്ങളെ ജോലിക്ക് പോകണം. സാധിക്കണ്ട. കാരണം നിങ്ങൾക്ക് അത് വയ്ക്കാൻ നിങ്ങൾക്ക് വരുന്നില്ല എന്ന് വേണ്ട. അതതിൻ്റെ സമയത്ത് വരും. എത്ര ആയാലും നമ്മൾ ഭക്ഷണം കഴിച്ചത് ഒരിക്കലും നമ്മളെ ഈ വയറിനുള്ളിൽ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഔട്ടായി പോകും. ആ സമയം വരെ നമ്മൾ കാത്തിരിക്കണം. അപ്പോഴാണ് നമ്മൾ വിജയിച്ച്. അപ്പോഴാണ് ഹാൻഡ്സ് തോറ്റ്, അല്ലെങ്കിൽ സിഗരറ്റ് തോറ്റ്. അവിടെ ആ കമ്പനി തോൽക്കാണ് നിങ്ങളെ മുന്നിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ആ കമ്പനി കൂറ്റൻ ഒരു വൃക്ഷമായിട്ട് വളർന്ന് പന്തലിക്കുക നിങ്ങളുടെ മുകളിൽ കയറി പന്തലിച്ചത്. കാരണം അതില്ല, നിങ്ങൾക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല എന്നുള്ളത് അവിടെ അത് വിജയിക്കണം. അപ്പോൾ നിങ്ങൾ അതിനെ തോൽപ്പിക്കണം എന്നുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ ഹാൻഡ്സ് ഒന്നുമല്ല. എൻ്റെ ജീവിതത്തിന് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വാഭാവിക സംഭവത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണ് എന്നുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നാളെ മുതൽ ഇത് വെക്കാതെ നിങ്ങൾ പോയിരുന്നു നോക്കണം. ഇല്ല എന്ന് നിങ്ങൾ സാധിക്കാൻ പറ്റില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഭക്ഷണം കഴിച്ച് നിങ്ങൾ ജോലിക്ക് പോവുക. നിങ്ങൾക്ക് ചിലപ്പോൾ 1, 2, 3, 4 മണിക്കൂർ വേണ്ടി നിങ്ങൾക്ക് കാര്യം സാധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ അവിടെ വിജയിച്ച്. അപ്പം നിങ്ങൾക്ക് ഹാൻഡ്സ് വേണമെന്നില്ല. പിന്നെ പിറ്റേ ദിവസം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡ്സ് ഇല്ലാതെ പോകും. അന്നും ഇതുപോലെ സംഭവിച്ചാൽ നിങ്ങൾ തിരിച്ചു ഇറങ്ങിപ്പോണം. അങ്ങനെ ഒരു 5-6 ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ പഴയ പോലെ നിങ്ങളൊരു 8, 10, 12 വയസ്സ് വരെയുള്ള നിങ്ങളൊരു കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഇതൊന്നും ഹാൻഡ്സും പനന്തരാക്കും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിങ്ങൾ ഈ ബാത്റൂമിലും ഈ ടോയ്ലറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് നിങ്ങൾ ഇതൊക്കെ സാധിച്ചിരുന്നില്ലേ? അതേപോലെ നിങ്ങൾക്ക് സാധിക്കാൻ കഴിയും. ഞാനിത് കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഒരുപാട് നമ്മളെ സുഹൃത്തുക്കളും ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, രാവിലെ ഇതില്ലാതെ പറ്റൂല. ഇതില്ലാതെ നമ്മൾ രാവിലെ എണീറ്റ് ഇത് തീർന്നിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് ഇത് വാങ്ങുന്നുണ്ട്, ഒരു കുറച്ച് കാട്ട്, എനിക്ക് വെക്കാൻ കുറച്ച് കാട്ട്. അപ്പോൾ അവനും ഇതിന് അഡിക്റ്റാണ്, അവനും കൊടുക്കും. കാരണം ഇത് ഉപയോഗിക്കുന്നത് തമ്മിലൊരു പ്രത്യേക കണക്ഷൻ ഉണ്ട്. അവരത് പ്രത്യേക സ്നേഹം ഉണ്ടാവും. അപ്പോൾ അവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്, അവർ എടുത്തു കൊടുക്കും. അപ്പോൾ ഇത് അവരെ രണ്ടാളെയും നിയന്ത്രിക്കുന്നത് പിന്നെ ആ കമ്പനിയാണ്, അവരല്ല. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം എന്നറിയാം. നമ്മൾ ഈ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന കാശ് ഇനി ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, അവരുപയോഗിക്കുന്നുണ്ടാവും, ഡോക്ടർമാർ വരെ ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവരും. പൈലറ്റ്, ഇപ്പം ഞാൻ ഗൾഫിലുള്ള സമയത്ത് ഞാൻ അവിടെ വില്ലയിലൊക്കെ നമ്മൾ ഇലക്ട്രിക്കിൻ്റെ ബൾബൊക്കെ മാറ്റാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു പൈലറ്റിൻ്റെ റൂം, രാജസ്ഥാനിയാണ്, ഒരു പൈലറ്റിൻ്റെ റൂം തുറന്നപ്പോൾ അയാൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ആ ഫ്രിഡ്ജിൽ നിറയെ ബീർ, ആ ഫ്രിഡ്ജിൽ ബീർ, പിന്നെ മദ്യങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ അതിനുള്ളിൽ. അതുപോലെ അയാളെ കിച്ചൻ്റെ ഒരു ബോക്സ് നിറയെ ഹാൻഡ്സാണ്, ഒരു ബോക്സ് നിറയെ. ഞാൻ പൈലറ്റൊക്കെ നമ്മൾ അത്രയും ബഹുമാനത്തോടെ കണ്ടുന്ന ഒരാളാണ്. അപ്പോൾ ഇയാളെ പല്ലൊക്കെ കണ്ടപ്പോൾ തന്നെ ഏകദേശം രൂപം പിടിയിട്ടാണ്, ഒരു കറ വന്ന പോലെ. ഹിന്ദിക്കാരെ ഓൾറെഡി നമ്മളൊരു ഇവർ മുറുക്കണതൊക്കെ കാരണം ഈ തമ്പാക്കൊക്കെ വെക്കുന്ന കാരണമാണ് പല്ല ഏകദേശം അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഒരു പൈലറ്റിനൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, പൈലറ്റ് അടക്കം ഉപയോഗിക്കുന്ന ഈ സാധനം. അപ്പോൾ ആ ഫ്ലൈറ്റിലൊക്കെ കയറി പോണ ആളുകളെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണ് ഞാൻ.
അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർ ഒരുവിധം ഒരു ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, എൻജിനീയേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ എല്ലാ അധ്യാപകരും ഒരുവിധം ഈ ബുദ്ധി ഇല്ലാത്ത ഒരു വിഭാഗം ജനങ്ങളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഡോക്ടർ ആയതുകൊണ്ടോ വക്കീലായതുകൊണ്ടോ ഒന്നും നമ്മൾ വലിയൊരു ബുദ്ധിയുള്ള ആളാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ഈ ലഹരിക്കൊക്കെ അടിമയാണെന്ന് നമുക്ക് ബുദ്ധിയില്ല എന്നർത്ഥം. കാരണം ലഹരി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലഹരി ഇല്ലാതെ എനിക്ക് ഓടിക്കാൻ കഴിയില്ല, ലഹരി ഇല്ലാതെ എനിക്ക് ഈ വർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വന്നാൽ അവന് കഴിവില്ലായിട്ടാണ്. അത് ലഹരിയാണ് പിന്നെ അവൻ്റെ കഴിവ് അല്ലേ? അപ്പോൾ അത് കണ്ടിട്ട് ഞാനന്ന് ഞെട്ടിദ്ധരിച്ചിരുന്നു. അവർ അത്രയും അത് ഉപയോഗിച്ചിട്ടാണ് അവരപ്പോൾ ഞാൻ ചോദിച്ചവരോട് ഇത് നമ്മൾ ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ലെന്ന്. അപ്പോൾ അവർ വൈലറ്റല്ലേ, അപ്പോൾ അവർ വെച്ച് പോകുമ്പോഴൊന്നും വല്ലാതെ മൈൻഡ് ചെയ്യുക എന്ന്. എന്താ അവസ്ഥ? അപ്പോൾ ഇതിന്നൊക്കെ ഒരു മോചനം നേടണ്ടേ? എനിക്ക് ഒന്നേ പറയാനുള്ളത് നിങ്ങളോട്, ഇത് നിങ്ങൾ നാളെ നമ്മളെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങളിത് നിർത്തണം. നമ്മളെ കണ്ടിട്ടാണ് നമ്മൾ അടുത്ത തലമുറ വളർന്നിട്ടുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തെല്ലാം അക്രമങ്ങളാണ്. പണ്ട് നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടിരുന്ന് നമ്മളെ കേരളം വിട്ടിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കേട്ടിരുന്നത് ഒരുപാട് സംഭവങ്ങൾ, ഈ കൊല്ലും കൊലയും ഈ പീഡനം, ഒരുപാട് കച്ചറ സംഭവങ്ങളും, ഇതൊക്കെ ഇപ്പോൾ നമ്മളെ തൊട്ട് അയൽപ്പക്കം വരെ എത്തി. ഇതിനൊക്കെ ഒരു അറുതി വേണം. നമ്മളെ കണ്ടിട്ട് നമ്മുടെ വീട്ടിലെ മക്കളൊക്കെ പഠിച്ചു വരണം ഇത് ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ നമ്മളെ നാട്ടിലുള്ള പൂരങ്ങളും ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ യുവാക്കൾ മൊത്തം ഇതിന് ലഹരിയിലാണ്. കള്ളു കുടിച്ചിട്ടും കഞ്ചാവ് കുടിച്ചിട്ടും ഒക്കെ ആടിത്തിമത്തി ചാടാൻ. കാരണം അവർക്കിത് ചാടിപ്പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ട്രെങ്ത് വേണം. അപ്പോൾ അവരിത് ഉപയോഗിക്കുന്നു. അവർക്ക് വേദന അറിയുന്നില്ല. പക്ഷെ ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനടിമയായി കഴിഞ്ഞു. നമ്മളെ കുടുംബത്തിന് നമ്മളെ മക്കൾ അനുഭവിക്കേണ്ട ഒരു പങ്കാണ്. നമുക്കൊരു ബന്ധമില്ലാത്ത, നമ്മളെ ഒരു സഹായത്തിന് വിളിച്ചാൽ പോലും നമുക്കൊരു രൂപ സഹായിക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ തയ്യാറാവാത്ത ഒരു കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്നത്. നമ്മളറിയാണ്ട് നമ്മളവരെ വളർത്തണം. നമ്മളെ വേർപ്പ്, നമ്മളെ ചോര, നമ്മളെ മക്കൾ അനുഭവിക്കേണ്ട, നമ്മളെ ഭാര്യ അനുഭവിക്കേണ്ട, നമ്മൾ അച്ഛനും അമ്മയും അനുഭവിക്കേണ്ട ഒരു വിഹിതം നമ്മളറിയാത്ത ഒരു കുടുംബത്തിന് നമ്മൾ കൊടുക്കണം. അവർ നമ്മളെ ചൂഷണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, രാവിലെ പണിക്ക് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏത് പണിയാണെങ്കിലും, കൂലിപ്പണി ആയിക്കോട്ടെ, ഒരു ഹോട്ടൽ പണി ആയിക്കോട്ടെ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, എൻജിനീയർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, കാശ് കിട്ടുന്ന ഏത് പണിയും. അപ്പോൾ അതിനൊരു പങ്ക് നമ്മൾ ഈ വൃത്തികെട്ട ഒരു കമ്പനിക്ക് വേണ്ടി കൊടുക്കുകയാണ്. അത് MDM ആയിക്കോട്ടെ, ഹാൻസ് ആയിക്കോട്ടെ, പാൻപരാഗ് ആയിക്കോട്ടെ, മദ്യം ആയിക്കോട്ടെ, നമ്മളെ സർക്കാരിനും നമ്മൾ കൊടുക്കുകയാണ്. മദ്യം സർക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സർക്കാരിനും കൊടുക്കാൻ നമ്മളൊരു പങ്ക്. അപ്പോൾ നമ്മൾ ഇതിന്നൊക്കെ നമ്മളൊരു മോചനം നേടണം. ഇത് നമ്മൾ ഒരിക്കലും നമ്മളൊരു തീരുമാനം എടുക്കണം. നമ്മളെ മക്കൾ അനുഭവിക്കേണ്ട കാശ് അല്ലെങ്കിൽ നമ്മളെ വേർപ്പിൻ്റെ ഒരു പങ്ക് ഒരു വൃത്തികെട്ടൊരു കമ്പനിക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അതുമാത്രമല്ല, വളർന്നു വരുന്ന തലമുറ ഇനി തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു തടസ്സം ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കണം ഇതിന് തടസ്സം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, എനിക്ക് നിങ്ങളെ ഈ ഒരു ലഹരിയിൽ നിന്ന് മോചിപ്പിക്കണം. ഇത് കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും ഇതൊന്ന് മോചിതനായിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ്. ഒരാളെങ്കിലും ഒരാൾ ഈ ഒരു ഇത് കേട്ടിട്ട് അതിന് മാറുക എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണല്ലോ. അതാണ് ചെയ്യുന്നത്. കാരണം ഇന്ന് യൂട്യൂബ് നമുക്ക് തുറന്നു നോക്കാൻ പറ്റണില്ല. യൂട്യൂബിൽ എവിടെയും അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, പീഡനങ്ങൾ ഒക്കെ ലഹരിയാണ്. ബാക്ക് പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ ഒക്കെ ലഹരിയാണ്. നോർമലായിട്ടൊരു മനുഷ്യന്മാരൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ രാവിലെ എണീറ്റ് ഉടനെ നിങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ ഹാൻഡ്സ് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് പോകാൻ പറ്റും? എത്ര ആളുകൾക്ക്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഒന്ന് നിങ്ങളെ സമൂഹത്തിനെ രക്ഷപ്പെടുത്തി, നിങ്ങളുടെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തി, നിങ്ങളെ മക്കളെ, നിങ്ങളെ ഭാര്യനെ, നിങ്ങളെ അമ്മനെ
എല്ലാവരും സന്തോഷം കിട്ടുന്ന ഒരു മുഖം നിങ്ങൾ നാളെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്ന് മോചിതനാവണം. ഓക്കെ ഓക്കെ കുഞ്ഞവ്യൻ ആരോട് ലഹരി ഉപയോഗിക്കുന്നത് പറയും? പറയാം ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണോ? അത് തെറ്റാനുള്ള കാര്യമാണ്. ശരി ഓക്കെ നമ്മളെ ഓക്കെ.